ഇപ്പോ സംഘടനയുടെ നിബന്ധനകളിൽപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തികമായ കാര്യങ്ങൾ ശറഅ അനുസരിച്ചായിരിക്കണം നിർവഹിക്കേണ്ടത്. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നത് വ്യക്തികൾക്കുള്ള നിബന്ധന അതന്നെയല്ലേ? ആണ്. വ്യക്തികൾ കൂടിയതാണല്ലോ സംഘടന. വ്യക്തികൾ നന്നാകുമ്പോ, വ്യക്തികൾ ചീത്തയാകുമ്പോൾ അത് അയാൾക്ക് മാത്രമേ ബാധിക്കുള്ളൂ. സംഘടന ചീത്തയായാലോ ഒരു സമൂഹം ഒന്നിച്ചു ബാധിക്കും. അതുകൊണ്ടാണ് സംഘടനയ്ക്ക് പണ്ഡിതന്മാർ അതിന്റെ ഷർത്ത് വെച്ചത്. ഇവിടെ പെരിന്തൽമണ്ണയിൽ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഈ പിരിവ് വല്ലാതെ വർദ്ധിച്ചൊരു കാലമാണല്ലോ. അപ്പൊ നമുക്ക് ചോദിക്കൽ അനുവദനീയമാവുക എപ്പോഴാണ്? ഇപ്പൊ ഞങ്ങളോട് പള്ളിക്ക് ചോദിച്ചാലും മദ്രസക്ക് ചോദിച്ചാലൊക്കെ ചോദിക്കലാണല്ലോ, അല്ലേ? അതിന് എരക്കൽ എന്ന് പറഞ്ഞു, യാചിക്കൽ എന്ന് പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ അൽ യദുൽ ഉൽയ ഖൈറു മിനൽ യദി സുഫ്ല, കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉയർന്നു നിൽക്കുന്നത്, ഉത്തമമായിട്ടുള്ളത്, അല്ലേ? അപ്പൊ നമ്മൾ ഈ വാങ്ങുന്നതും ചോദിക്കുന്നതും, ഇപ്പൊ ഞാനും കുറെ പിരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതാണ് സക്കരിയ സലായി പിരിച്ചിട്ടില്ലേ, അയാളെ കുടുംബക്കാരായ പാവപ്പെട്ടവർക്ക് കൊണ്ട് പിരിച്ചിട്ടില്ലേ, സംഘടനയിലെ പാവപ്പെട്ടവർക്ക് കൊണ്ട് പിരിച്ചിട്ടില്ലേ, പള്ളിക്ക് കൊണ്ട് പിരിച്ചിട്ടില്ലേ. ഞാനൊരു പിരിവ് നടത്താത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിരിവിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. കാരണം റമ്മുൽ മസ്അല എന്ന പേരിൽ ഷെയ്ഖ് മുഖ്ബിലുൽ വാദഈ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഗ്രന്ഥം. മസ്അലത്തിനെ ചോദിക്കല്, ആളുകളോട് ചോദിക്കൽ. മൂപ്പര് ഒരുപാട് തെളിവുകൾ പ്രവാചകന്മാരൊക്കെ പറഞ്ഞാണ് ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഞങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, ഒരു കൂലിയും ചോദിക്കുന്നില്ല. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റ. ഇന്നോ റമളാനിൽ പിരിവിന് ആദ്യം തന്നെ ഞാനിവിടെ വന്നിട്ടുള്ളത്, ഞങ്ങളുടെ നാട്ടിലൊരു എത്തിങ്ങാനുണ്ട്, നിങ്ങളെല്ലാവരും പിരിവ് തരണം എന്ന് പറഞ്ഞാൽ തുടങ്ങണേ തന്നെ. എന്നിട്ട് ആ സാധു ബക്കറ്റും പിടിച്ച് ഇങ്ങനെ റെസീറ്റും പിടിച്ച് നിൽക്കുക. ഈ ആളാ പിന്നെ മിമ്പറിൽ കയറുന്നത്. ഇത് വളരെ എൽമിനെയും ഉലമാക്കളെയും ദായിമാരെയും ദഅവത്തിനെയും ഒക്കെ നിന്ദിക്കലാണെന്നാ ഷെയ്ഖ് അവറുകൾ ഇതിൽ പറയുന്നത്. മനസ്സിലായില്ലേ? മാത്രമല്ല പിരിവിൽ സ്പെഷ്യലൈസേഷൻ നടത്തിയ ആളുകളുണ്ട് നമ്മളിൽ. നമ്മളെ പിളർപ്പിലേക്ക് നയിച്ചതൊക്കെ റിസീവർമാരാ, അല്ലേ? ഹുസൈൻ മടവൂർ നല്ലൊരു റിസീവർ ആയിരുന്നു, അബ്ദുറഹ്മാൻ സൽവി മറ്റൊരു റിസീവർ ആയിരുന്നു. ഇപ്പൊ റിസീവർമാരെ കൊണ്ടാണ് പിത്തനകൾ. കാന്തപുരം നല്ല റിസീവർ ആയതുകൊണ്ടാണ് സമസ്ത പിളർന്ന്. അപ്പൊ അതുകൊണ്ട് പിരിവിൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത ആളുകള് അതുണ്ടാകുന്നത് പലപ്പോഴും സുഹൃത്തുക്കളെ പിരിവിന് വേണ്ടിയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടുതൽ പൊലിമുണ്ടാക്കുന്നത്, ഒരൽപ്പം റിയാ ഉണ്ടാക്കുന്നത്. കാരണം അടുത്ത ഒരു പിരിക്കാൻ പോകുമ്പോൾ ഇത് കാണിച്ചിട്ട് വേണം പിരിക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ പല സംഘടനകളിൽ സ്ഥാപനങ്ങൾക്ക് ബ്രോഷറുകൾ എടുത്തു നോക്കിയാല് വമ്പിച്ച ബ്രോഷറായിരിക്കും. പോയി നോക്കിയാണ്ട് അവർ കെട്ടിടത്തിന്റെ മൂലക്കടിച്ച് പേര് അൽ ജാമിഅത്തുൽ ഇസ്ലാമിയ എന്നൊക്കെ ഉണ്ടാവും. ഒരറബി കോളേജിന്റെ ഇതായിരിക്കും. നമ്മളെ സംഘടന പറ്റിയല്ലോ പറഞ്ഞത്. അങ്ങനത്തെ ആളുകളുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ഓരോ മൗലവിയും ഓരോ സ്ഥാപനം നടത്തുക. ഒരാളോടും കണക്കും പറയണ്ട, ചോദിക്കും വേണ്ട, ഓൻ പിരിക്ക ഓൻ നടത്തുക. ഒരു സംഘടന ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു പിരിവ് പ്രസ്ഥാനമായി ഇസ്ലാമിക പ്രവർത്തനം മാറിയിട്ടുണ്ട്. റസീറ്റും കൊണ്ടിങ്ങനെ റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പിരിവിന്റെ മാസ, അല്ലേ? പിരിവിന് വേണ്ടി അന്നത്തെ പ്രസംഗം, തർക്ക വിഷയങ്ങള്, ജനങ്ങളെ വിമർശിക്കുന്ന വിഷയം ഒന്നും ഉണ്ടല്ലോ. പരലോകമൊക്കെ പറഞ്ഞിട്ട് കരയിപ്പിച്ചാൽ നല്ല പൈസ കിട്ടും. ഞാൻ പണ്ടേ പിരിവിന് മുമ്പ് പറയല്, പൈസ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി കയറിയില്ല, അപ്പോൾ എനിക്ക് പൈസയും കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പൊ പിരിവിന് വേണ്ടിയാ പലപ്പോഴും പ്രസംഗിക്കല്. ഈ രൂപത്തില് നമ്മൾ ആ കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. എത്ര കുട്ടികൾ നിങ്ങളെ കോളേജിൽ പഠിക്കുന്നു? ബ്രോഷർ നോക്കിയാൽ 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്നു, 50 ആൾ തേച്ചുണ്ടാവില്ല. മറ്റേ മോശമല്ല 50 ആളെന്നൊക്കെ പറഞ്ഞാല്. അങ്ങനെ നമ്മുടെ സംഘടന എന്നല്ല പറഞ്ഞു, പല സംഘടനകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം മാത്രമല്ല, സംഘടനകൾ തമ്മിലുള്ള കിടമത്സരം. ഞങ്ങൾക്ക് ഇത്ര പള്ളിയുണ്ട്, ഞങ്ങൾക്ക് ഇത്ര മദ്രസ ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര കോളേജ് ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര ആശുപത്രി ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി പിരിവ് മത്സരം. നല്ല പിരിവുകാരിറക്കിയിട്ട് നല്ല പൈസ. നിങ്ങളൊക്കെ എന്താ കാന്തപുരത്തെ കണ്ട് പഠിക്കേണ്ടതാണ് നമ്മളോട് ആളുകൾ ചോദിക്കലേ. നിങ്ങളൊക്കെ എന്താ അറേബ്യ പോയിട്ട് അയാൾ പോയിട്ട് കോടികളല്ലേ കൊണ്ടുവരുന്നത്, നിങ്ങൾക്കൊക്കെ എന്താ പണി? നിങ്ങളൊക്കെ അറേബ്യ പോയിട്ടില്ല, നിങ്ങൾക്കൊന്നും ഒരു പൈസയും കിട്ടുന്നില്ലല്ലോ, അയാളെ കണ്ട് പഠിക്ക് എന്നാണ് നമ്മളെ ആളുകൾ നമ്മളോട് പറയാറുള്ളത്. മനസ്സിലായില്ലേ? എത്ര കോടിയാളത്, എവിടെ പള്ളി പോകണം അയാൾ റെഡിയാണ്. മനസ്സിലായില്ലേ? ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ MSM പ്രായത്തിൽ തന്നെ പിരിവ് പഠിപ്പിക്കുകയാണ്. മോറൽ സ്കൂൾ കഴിഞ്ഞാൽ റെസീറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ വീടുകളിലേക്ക് അയക്കുക. ഒരു പിരിവ് പരിശീലനം. ഇതൊക്കെ റസൂലോ സഹാബത്തോ കാണിച്ചു തന്നതാണോ? അപ്പൊ നമ്മൾ അവിടേക്ക് ചിന്തിക്കണം. ജോലി തന്നെ ഒഴിവാക്കി റിസീവർ പണി ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. റിസീവർ പണി 40% കമ്മീഷൻ കിട്ടിയാൽ പിന്നെന്താ? ഒരു മാസം റമളാനിൽ പിരിച്ചേ 11 മാസം പിന്നെ ജോലി എടുക്കാൻ ജീവിക്കാം. അത്ര വലിയ കമ്മീഷൻ.
മനസ്സിലായില്ലേ? ഇത് നമ്മളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുന്നതാണ്. നമ്മളൊക്കെ നമുക്ക് ജാമ്യന്ന് നമ്മൾ റമദാൻ ആയാൽ പോകുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ വിളിക്കും, എല്ലാവർക്കും റെസീറ്റ് വരും, നമ്മൾ പിരിച്ചു കൊണ്ടുവരണം, ഇത്ര ശതമാനം വിദ്യാർത്ഥിക്ക് എടുക്കാം. അങ്ങനെ തുടക്കം മുതലേ പഠിപ്പിക്കപ്പെടുന്നത്. ഇത് എല്ലാ സംഘടനകളും നടത്തുന്നതാണ്. ഇത് ജായിസാകുമോ? ഒരു ചർച്ച വരട്ടെ, എല്ലാ സംഘടനകളും കൂടി ചർച്ച ചെയ്യട്ടെ, സുന്നി മുജാഹിദും ജമാഅത്തും എല്ലാവരും ചർച്ച ചെയ്യട്ടെ. അത് കാരണം ഈ പുസ്തകം ഷേഖ് അവറുകൾ പറയുന്നത് ചോദിക്കൽ എപ്പോഴാണ് നമുക്ക് അനുവദിക്കപ്പെടുക, ആ ഒരവസ്ഥ നമുക്കിവിടെ ഉണ്ടോ? അതിന് അദ്ദേഹം വ്യക്തമായി തന്നെ ഹദീസുകൾ പറയുന്നുണ്ട്. 3 സന്ദർഭത്തിലല്ലാതെ ചോദിക്കൽ അനുവദിക്കപ്പെടുകയില്ല. ആ 3 സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുണ്ടോ? അത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ്. ഇതാ അദ്ദേഹം സംഘടനയെ പറ്റി പറയുന്നിടത്ത് മഫാസിദുൽ ജമ്മിയാത്ത്, സംഘടനകളുടെ ദൂഷ്യങ്ങളിൽപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ്. സംഘടനയ്ക്ക് വേണ്ടി നടത്തുന്ന പിരിവുകള് അതിനെ സംബന്ധിച്ച് പറയാണ്. അതില് 3 കാര്യത്തിനല്ലാതെ പാടില്ല എന്ന ഹദീസ് വ്യക്തമായി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ ഹദീസ് അതനുസരിച്ച് നമുക്ക് ചോദിക്കാം, അതല്ലാത്ത ചോദിക്കാൻ പാടില്ല. അത് ഏതൊക്കെയാണ്? അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. യാ ഖബീസ ഇന്നൽ മസ്അലത ലാ തഹില്ലു ഇല്ലാ ലി അഹദി സലാസ, 3 ചോദിക്കൽ അനുവദിക്കപ്പെട്ടതല്ല. റജുലുൻ തഹമ്മല ഹമാലത്തൻ ഹല്ലത ലഹുൽ മസ്അല ഹത്താ യുസീബഹ ഹമാലത്തും ഫി ഇസ്ലാഹി ബൈനൻ നാസ്. കണ്ടോ, ജനങ്ങളെ തമ്മിൽ തെറ്റി നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ഒരാൾ മദ്യം പറഞ്ഞു സുൽഹാക്കാൻ വേണ്ടി. അപ്പൊ ഇയാളും തമ്മിൽ തെറ്റാ. ഞാൻ മദ്യം പറഞ്ഞു, അപ്പൊ അയാൾക്ക് 2 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാൻ ഒരു വഴിയില്ല. ഇയാൾ നന്നാകണമെങ്കിൽ 2 മനുഷ്യ കൂട്ടങ്ങൾ തമ്മിൽ തെറ്റായിരിക്കും. അപ്പൊ ഞാനതെന്നെ ഏറ്റെടുത്ത്, എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടല്ല, പക്ഷെ ഒരു 2 മനുഷ്യന്മാർ 2 കൂട്ടങ്ങൾ നന്നാകല്ലേ, 2 വിഭാഗങ്ങൾ. അങ്ങനെ ഏറ്റെടുത്താൽ അത് വീട്ടുന്നത് വരെ അയാൾക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് ചോദിക്കാം. വറജുലുൻ നസാബത്തുഹു ജായിഹത്തുൻ ഇജ്താഹത്ത് മാലുഹു ഫഹല്ലത് ലഹുൽ മസ്അല, ഒരാൾക്ക് കാലവിപത്ത് ബാധിച്ചു, ഇപ്പൊ എന്റെ വീടങ്ങ് കത്തിപ്പോയി, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി, എനിക്കൊന്നും ഇല്ലാണ്ടായി. അപ്പൊ എനിക്ക് എന്റെ കുടുംബത്തിനും വിശപ്പടക്കാനുള്ളത് എന്ത് ചെയ്യാം? എനിക്ക് ചോദിക്കാം. കണ്ടോ, വറജുലുൻ നസാബത്തുഹു ഫാഖത്തുൻ, ഒരാൾക്ക് ദാരിദ്ര്യം ബാധിച്ചു, കാലിബത്തൊന്നും ഉണ്ടായില്ല, ദാരിദ്ര്യം, അയാൾക്ക് പെട്ടെന്ന് കുഴഞ്ഞുപോയി, ആ ജോലിക്ക് പോകാൻ പറ്റാതെയായി, മക്കൾ കുറെ ഉണ്ട്, ആരും സഹായിക്കാനില്ല, അങ്ങനെ വന്നു, അയാൾക്കും ചോദിക്കാം, അയാളുടെ ജീവിതത്തിന്റെ അത്യാവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി. ഇതല്ലാത്തത് കണ്ടോ, വമാ സിവാ ദാലിക യാ ഖുബൈസ മിനൽ മസ്അലത്തി സുഹ്തുൻ, അതല്ലാത്തതെല്ലാം നിഷിദ്ധമാണ്. അപ്പൊ നമ്മൾ പറയാണ്, നമ്മളിപ്പോ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട്, 12 കോടിയാണ് ചെലവ്, നിങ്ങൾ തരണം. നമ്മളിപ്പോ ഒരു പുതിയ റേഡിയോ തുടങ്ങാൻ പോകുന്നുണ്ട്, നിങ്ങൾ തരണം. നമ്മൾ 12 കോടിക്ക് ഒരു എസ്റ്റേറ്റ് വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ തരണം. ഇപ്പൊ ആളുകൾ ചോദിക്കാണ്, ഈ പിരിവില്ലാതെ പിന്നെ എങ്ങനെയാണ് നടക്കുക? ശരിയാണ്, നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് പള്ളി വേണം. ആർക്കൊക്കെയാ പള്ളി വേണ്ടത്? പള്ളി വേണ്ടവരൊക്കെ ഇരിക്കുക, എന്നിട്ട് പറയാം നമുക്ക് പള്ളി വേണില്ല, വേണം. നീ എത്ര എടുക്കും? റസൂലിന്റെ കാലത്തൊക്കെ സ്വത്തിന്റെ പകുതി കൊടുത്തില്ലേ? സ്വത്ത് മുഴുവൻ കൊടുത്തില്ല അബൂബക്കർ സിദ്ദീഖ് അല്ലേ? ഇനി എന്താ അവിടെ വെച്ചാൽ അള്ളി റസൂലുണ്ട്, അങ്ങനെ ചെലവാക്കേണ്ടി വരും ചിലപ്പോ. അപ്പൊ ഞങ്ങൾ ആകെ 12 ആളുള്ളൂ, 13 ആളുള്ളൂ, ആയിക്കോട്ടെ. നിങ്ങൾക്ക് എവിടെയും സ്ഥലം കിട്ടുന്നില്ല, സ്ഥലത്തിന് ഭയങ്കര വില. ശരി, എന്റെ പേരന്റെ മുകളിലുണ്ട്, അവിടേക്ക് ഒരു കോണി വെച്ചു, ഇപ്പുറത്ത് മറച്ചു, എന്റെ വീട്ടുകാരെ കാണാക്കാൻ വേണ്ടി. അതിന്റെ മുകളിൽ നിങ്ങൾ കഴുങ്ങിന്റെ അലവ് കൊണ്ടെന്ന് ഷീറ്റും വാങ്ങി, പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും പ്ലാസ്റ്റിക് കെട്ടി അതിൽ നിസ്കരിച്ചു. എന്നാലെന്താ? അപ്പൊ അത് അവിടെ കൂടെ എഴുതി വെച്ചു, പള്ളി നിർമ്മാണത്തിന് ഉദാരമായി സഹായിക്കുക, ഫോൺ നമ്പറും. അപ്പൊ ഒരാൾ അതിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പള്ളി ഉണ്ടാക്കി തരാം, നിങ്ങൾ വിഷമിക്കണ്ട. ആയിക്കോട്ടെ, വാങ്ങാം. ഇതല്ലല്ലോ, നമ്മൾ 3.25 മുജാഹിദ് ഉണ്ടാവും, എന്നിട്ട് 15 സെന്റിനോട് അഡ്വാൻസ് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിരിക്കന്നെ. അത് യാചനയുടെ ഗണത്തിലേക്ക് പോകുമോ ഇല്ലേ? അത് നമ്മൾ ചർച്ച ചെയ്യണമെന്നാ ഞാൻ പറയുന്നത്. അത് ചർച്ച ചെയ്തേ പറ്റൂ. എല്ലാ സംഘടനകളും ഇത് ഹലാലായി കാണുകയാണ്. അപ്പൊ അതിനനുസരിച്ച പള്ളി മതി, അതിനനുസരിച്ച മദ്രസ മതി. എന്നാ ഒരു പ്രശ്നം, അപ്പോഴേ അതിനൊരു കൂറുണ്ടാവുള്ളൂ അല്ലേ? അറേബ്യയിലൊക്കെ ടാക്സി ഓടിക്കുന്ന സാധു മാസാമാസം പൈസ എടുത്തേക്ക് അവനൊരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി. ആ പൈസ കഴിയുമ്പോൾ ഒരു ഇന്ത്യനോടോ ആഫ്രിക്കാരനോടോ പറയും എനിക്കൊരു പള്ളി ഉണ്ടാക്കണം. ഓമ്പടെ വരും, എന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ മുസ്ലിങ്ങളെ എന്താ ബിൽഡിങ്, ഇത് സാധു
ഇവിടെ ഞാൻ പള്ളി ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ചിന്താഗതി നമുക്കവിടെ 40 ലക്ഷത്തിന്റെ വീടുണ്ടാക്കിയ ഇവിടെ ഉണ്ട്. ഓൻ എന്താ 5 ലക്ഷത്തിന്റെ പള്ളി ഉണ്ടാക്കിയ? എന്താ ഉണ്ടാക്കിയാല്? നമ്മളൊക്കെ വീടിന് എത്ര ചെലവാക്കുന്ന? അപ്പൊ സദക്ക നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. മുഴുവൻ കൊടുക്കേണ്ട, പകുതി കൊടുക്കേണ്ട ഒക്കെ സന്ദർഭങ്ങൾ ഹദീസിൽ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെല്ലാം ഷെയ്ഖ് മുഖ്ബിൽ വാദഈ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ആളുകളും പല പണ്ഡിതന്മാരും ഇതിനെ അങ്ങേയറ്റം പ്രശംസിച്ചിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം, പിശുക്കിന്റെ ഗൗരവം, റസൂലും സഹാബത്തും വിശപ്പ് സഹിച്ചത്, അവർ നബി വിശപ്പിൽ ക്ഷമിക്കാൻ ഉപദേശിച്ചത്, അതുപോലെ തന്നെ ആളുകളോട് ഒന്നും ഞാൻ ചോദിക്കുകയില്ല എന്ന് പറഞ്ഞ റസൂൽ ബൈഅത്ത് വാങ്ങിയത്, ഒരു ചാട്ടവാറ് വീണാൽ പോലും ഒട്ടപ്പുറം ഇറങ്ങി വന്ന് എടുക്കല്ലാതെ അതൊന്ന് എടുത്തു തരുമെന്ന് പറയില്ല. അത്രമാത്രം ജനങ്ങളോട് ചോദിക്കുന്നതിൽ ഇഫ്ഫത്ത് നടിച്ചിരുന്ന ആളുകൾ, ഇതെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതാണ് ഞാനൊരു സൂചന പറഞ്ഞതിന്റെ പേരിൽ സക്കരിയ സലാഹി പിരിവിനെതിർന്ന് പറഞ്ഞു, പിരിവിനെതിർത്തു എന്ന് പറഞ്ഞു. ഭയങ്കര പിരിവില്ല, ഞാൻ സംഘടന ഉണ്ടോ? ചില സംഘടനകൾ സ്ഥാപിക്കപ്പെടുന്നതിനെ പിരിക്കാൻ വേണ്ടിയാ. മനസ്സിലായില്ലേ? പിരിവിൽ തെറ്റുമ്പോഴാണ് വേറെ സംഘടന ഉണ്ടാക്കുക. പിരിവിന്റെ കണക്ക് ചോദിച്ചു, അപ്പൊ പ്രശ്നമായി, അപ്പൊ വേറെ സംഘടന ഉണ്ടാക്കി. അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, സാമ്പത്തിക വിഷയങ്ങളിൽ സംഘടനകളൊക്കെ സൂക്ഷ്മതയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പൊ അത് ഒരു ചർച്ചയ്ക്ക് വേണ്ടി നമുക്കതൊന്ന് ചർച്ച ചെയ്തൂടെ? അങ്ങനത്തെ ഒരു യാചനയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചുകൂടെ, ചിന്തിച്ചുകൂടെ? എന്നിട്ട് എന്താ പറഞ്ഞറിയോ? റസൂലും ചോദിച്ചിട്ടുണ്ട് പൊതുകാര്യത്തിന് വേണ്ടി. പൊതുകാര്യത്തിന് ചോദിക്കുന്നത് യാചനയാവൂല എന്നാണ്. ആയിക്കോട്ടെ, യാചന എന്ന് പറയണ്ട, ചോദിക്കലാവോ? യാചന ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, പിൻവലിച്ച് ചോദിക്കാന്ന് ആയിക്കോട്ടെ. ചോദിക്കൽ ജായിസാവൂല എന്ന ഹദീസിലെ വാക്ക്. ആ ചോദിക്കൽ ജായിസാവോ? 3 കാര്യത്തിലല്ല ചോദിക്കൽ ജായിസല്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? റസൂലുള്ള പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബീർ റോമ കിണർ സംഭാവന ചെയ്തില്ലേ? അതെന്താ? മനിസ്തറ ബീർ റോമ ഫലഹുൽ ജന്ന. ആരെങ്കിലും ബീർ റോമ എന്ന കിണർ എനിക്ക് വാങ്ങിത്തന്നാൽ, ഇസ്ലാമിന് വേണ്ടി വാങ്ങിത്തന്നാൽ അയാൾക്ക് സ്വർഗമുണ്ട്. അത് റസൂൽ ബീർ റോമക്ക് അഡ്വൻസ് കൊടുത്തിട്ട്, ഉസ്മാനെ ഞാൻ അഡ്വൻസ് കൊടുത്തോ ഇല്ല, എന്തെങ്കിലും കൊണ്ടോ ഉസ്മാനെ എന്ന് പറഞ്ഞതാ. റസൂൽ ഒരു കാര്യം പറഞ്ഞു, നമുക്കും പറയാം. ആളുകൾ കൂടിയെടുത്ത് പറയാം, ഞങ്ങൾ ഈ നാട്ടിൽ ഒരു പള്ളി വേണം, പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണി നൽകുന്നതാണ് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ അത് ഉൾക്കൊള്ളണം. ഒക്കെ പറഞ്ഞോളി. ഇതങ്ങനല്ല, നമ്മളിത് കാട്ടിയിട്ട് ഇങ്ങനെ പിരിക്കുകയാണ്. നിങ്ങൾ 2000 തന്നാ പോരാ, ഒരു 5 തന്നെ, ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ച് വന്നതാണ്. അതിനകത്ത് ഇദ്ദേഹത്തൊക്കെ കൂട്ടിയത്, ഇദ്ദേഹത്തിന് ഒഴിവുണ്ടായിട്ടല്ല, ഞങ്ങളടുത്ത് വരാൻ വേണ്ടിയിട്ട്. ആ രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഒരു പുനരാലോചന, ഒരാത്മവിമർശനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇന്ന് സുഹൃത്തുക്കളെ, പണ്ഡിതന്മാര് പണക്കാരെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാ? സംഘടനയ്ക്ക് പിരിവ് തരുന്ന മുതലാളിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ വെറുപ്പിക്കാൻ പറ്റൂല എന്ന ഒരവസ്ഥ പണക്കാരെ വല്ലാതെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവരെ സ്റ്റേജിൽ കയറ്റാനും പ്രസിഡന്റിലിരുത്താനും അവരെ ഫോട്ടോ എടുത്ത് ആൽബം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമ്മൾ നിർബന്ധിതരാകുന്നത്. അതുപോലെ നമ്മൾ സംഘടനയിലായാലും മറ്റിലൊക്കെ ചെലവഴിക്കേണ്ട കമ്മിറ്റികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വകമാറി ചെലവഴിക്കൽ. പള്ളിക്ക് കിട്ടിയ പൈസ പള്ളിക്ക് തന്നെ ചെലവാക്കണം, അത് മദ്രസയ്ക്ക് ചെലവാക്കാൻ പറ്റൂല. പാവങ്ങൾക്ക് കിട്ടിയ സക്കാത്ത് ഫണ്ട് അത് മൗലിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ എന്തിനാണോ നമ്മൾ പിരിച്ചിട്ടുള്ളത് അതിന് തന്നെ കൊടുക്കണം. അപ്പൊ ദഅവത്തിന് വേണ്ടി പിരിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ സംഘടനയുടെ പേരുള്ള വലിയ ഫ്ലക്സ് അടിക്കുക, അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ലക്ഷക്കണക്കിന് റുപ്യാണ് ചില മതപ്രഭാഷണ പരിപാടികൾക്കൊക്കെ സംഭവിക്കുന്നത്, ഫ്ലക്സ് മാത്രം വെച്ചിട്ട്. ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട, പുനരാലോചിക്കേണ്ട കാര്യമാണ്. ആ രീതിയിലൊക്കെ ഇത് ഏതെങ്കിലും ഒരു സംഘടനയെ പറ്റി പറഞ്ഞല്ല, എല്ലാ സംഘടനകളുടെയും ഒരു നസീഹത്ത് എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. ഞാൻ അടക്കമുള്ളവരൊക്കെ ഇതിൽ പുനരാലോചിക്കാം. നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം അത്, ഈ തെറ്റുകൾ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും അത് തിരുത്തേണ്ടതല്ലേ എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.